കഴുത്തിൽ കൊന്തയിട്ടാൽ കുലസ്ത്രീ, കാലിൽ കറുത്ത ചരട് കെട്ടിയാൽ വേശ്യാസ്ത്രീ. ഞങ്ങളുടെ ധ്യാനക്കുറുക്കന്മാരായ പാതിരികൾ വേദികളിൽ വചനക്കച്ചവട പരിപാടികളുമായി 365 ദിവസവും പാഞ്ഞു നടക്കുമ്പോൾ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ തീരും. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഒരിടത്തടിച്ച വിറ്റുകൾ ഉടനെ മറ്റൊരിടത്ത് അടിക്കാൻ പറ്റില്ല. പണ്ടൊക്കെയായിരുന്നു എങ്കിൽ ഒരു 10 പ്രസംഗമുണ്ടെങ്കിൽ അതുകൊണ്ട് 10 വർഷം ഓടി നടക്കാമായിരുന്നു. ഇന്ന് ഒരു വേദി കഴിഞ്ഞാൽ അത് വളിക്കും. പുതുമ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രസംഗങ്ങൾക്കൊരു ഗുമ്മ് കിട്ടുവാൻ അല്പം സെക്സും കുറച്ച് ജോക്സും കുറച്ച് കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടെങ്കിലേ ഇന്ന് ഫീൽഡിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. പലപ്പോഴും ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണെന്നും ഇവർ പറയുന്ന വിടുവാകൾ മുന്നിലിരിക്കുന്ന മുണ്ണക്കുഞ്ഞാടുകൾ മാത്രമല്ല ലോകമെമ്പാടും കേൾക്കുമെന്ന കാര്യം ഇവർ മറന്നുപോകുന്നു. ഇപ്രകാരം കത്തോലിക്ക സഭയിലെ മഞ്ഞുമ്മൽ പ്രൊവിൻസിലെ നെൽസൺ ജോബ് OCD എന്ന ഒരു കുപ്പായത്തൊഴിലാളി നടത്തിയ ഒരു പ്രസംഗം കേൾക്കുക. സെമിനാരി എന്ന പൊട്ടക്കിണർ അറബിക്കടലാണെന്ന തോന്നലിൽ നീന്തിക്കുളിച്ച ലോകം കണ്ടില്ലാത്ത ഒരു കുർബാന തൊഴിലാളിയുടെ പ്രസംഗം കേട്ടിട്ട് നമുക്ക് ഉടൻ വരാം. ഇതൊക്കെ സഹനശക്തിയോടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെയാണ് ഞങ്ങൾ മുണ്ണക്കുഞ്ഞാടുകൾ എന്ന് വിളിക്കുന്നത്. ആ വീഡിയോയിലേക്ക്. ഇപ്പോഴത്തെ സുഖക്കേട് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴത്തെ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണോ ഫിലിമിൽ നിന്ന് കിട്ടിയതാണെന്നറിയാം. ഇപ്പൊ ഫിലിമിലല്ല, ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ ഇപ്പൊ പെൺപിള്ളേര് കാലിൽ ചരട് കെട്ടുന്നുണ്ട്, കറുത്ത ചരട് കണ്ടിട്ടുണ്ടാ? ഇപ്പൊ ചരട് കെട്ടി നടക്കുന്ന ഇപ്പൊ കാലിൽ ചരട്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. കാരണം കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ നിന്ന് ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു പെണ്ണിനെ കൊണ്ട് വന്നിരിക്കുക. പ്രശ്നം ഇതാ, അവിടെ ഒരു കാലിൽ കറുത്ത ചരട് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നതാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ന്യൂസ് കിട്ടി. അതായത് വിദേശത്ത് വേശ്യമാരാണ് കാലുമേല് ഒരു കാലുമേൽ ചരടണം. വേശ്യ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പൊ ഞാനൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, നിനക്ക് വേണോ വരാൻ തയ്യാറാണ്. അപ്പൊ ആ കാലിൽ നോക്കിയാൽ മതി, അവളെ പരിപാടിക്ക് കിട്ടും. അതാണ്. പിന്നെ ഈ ലെസ്ബിൻസാണ്, സ്വവർഗഭോഗികളുടെ അടയാളമാണ്. ഈ കാലെ ചരട് കെട്ടിയേക്കണത് സ്വവർഗഭോഗികളുടെ അടയാളമാണ്. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിവില്ലായ്മ അത് ട്രെൻഡായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അങ്കമാലി എറണാകുളം രൂപതയിലെ പള്ളിയിൽ വരുന്ന ഡ്രസ് കോഡ് നമുക്കില്ലെന്ന് തോന്നുന്നു. തീർന്നില്ല. അപ്പൊ എന്താണ് ഈ കാലുമേ കറുത്തി ചരട് കെട്ടുന്നത്? വിദേശ രാജ്യത്ത് വേശ്യകളാണ് കെട്ടുന്നത്. 2 സുവർഗഭോഗികളാണ്. അപ്പൊ നിനക്ക് എന്നോട് താല്പര്യം വാ, അതാണ്. പിന്നെ കോൾ ഗേൾസ്. ഇപ്പൊ ഈ 3 തരക്കാരാണ് ഈ കാണുന്നത് കെട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ആരെ അക്യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ പിള്ളേര് ഈ ഫാഷൻ പ്രമോ ആണല്ലോ, അത് കണ്ടിട്ട് അനുകരിക്കണേണ്. ഇതിന്റെ ഒന്നും അർത്ഥം അറിയാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ആൺപിള്ളേരും. ഈ കാതില് കമ്മലിടില്ലേ, അതും ഇതുപോലെ തന്നെയാണ്. ലെസ്ബിൻസ് ആണ് കാതിലിടുന്നത്. വിദേശത്ത് ഈ സ്വവർഗഭോഗിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടുന്നത്. നമ്മുടെ പിള്ളേർക്ക് അറിയാൻ പാടില്ല. കാരണം പണ്ട് തുടങ്ങി നമ്മുടെ കാരണവന്മാർ ഇടുമായിരുന്നു, അല്ലെ കടുക്ക ഇടുമായിരുന്നു. അത് ഭാരതീയ സംസ്കാരമാണ്. അപ്പൊ ഞാൻ ആരെ അക്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓക്കെ, തിരിച്ചറിവ്. കാരണം നമ്മൾ അതൊന്നും ചിന്തിക്കാതെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടതായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചത് ഇതിന്റെയൊക്കെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്. നെൽസൺ അച്ഛൻ ഈ ബൈബിൾ കൺവെൻഷനില് ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൈബിൾ വ്യാഖ്യാനിക്കണേ. അതാണ് ഡ്രസ് എന്ന് പറഞ്ഞത്, അല്ലാതെ ആകർഷിക്കാൻ വേണ്ടിയിട്ടല്ല. ചില പിള്ളേരുണ്ടെന്നേ, നിങ്ങളൊക്കെ വളരെ നീറ്റാണ്ട്, അതെ, നല്ല മിടിക്ക് മാലാകുഞ്ഞായിട്ട് ഇവിടെ ഇരിക്കണം, നല്ല എല്ലാവരും. ഇവിടെ ആരുമില്ല. നമ്മളില്ലേ അങ്ങോട്ട് എറണാകുളത്ത് ചെന്നിട്ടുണ്ടെങ്കിലല്ല, ഇല്ലേ പണ്ട് തവളനെ ഞാൻ പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തവളയുടെ ഇങ്ങനെ തൊലി ഉലിഞ്ഞുകളെയും തവള മാർക്കിനെ പോലെ ഇരിക്കണത്. ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, എന്തെന്നാണ് ലെഗിയോൺ എന്നാ എന്റെ ഡ്രസ്സിന്റെ പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, പാവപ്പെട്ട നെൽസൺ ജോബച്ചനാ. ലെഗിയോൺ എന്നാ എന്റെ ലെഗിയോൺ. അത് പിശാചിന്റെ പേരാണ് കേട്ടാ. ആ ഗരസേനയുടെ നാട്ടില് മാർക്കോസ് 5 ലെഗിയോൺ എന്ന് പറഞ്ഞ പിശാചിന്റെ ആണ്. പിശാചിന്റെ പേരാണ്. അങ്ങനെയല്ലേ അതിന്റെ പേരെന്താണ്? ഈശോ മിശിഹായ്ക്ക് അറിയില്ല കേട്ടോ എനിക്ക്. ഞാൻ ലഗിയോൻ എന്നാ വിചാരിച്ചത്. ലഗിയോൻ ആണെങ്കിൽ അതൊരു പിശാചാണ്. ഏതായാലും ചില ആൾക്കാർ ഈ തവള മാർക്കറിനെ പോലെയാണ്, മസലൊക്കെ ഇങ്ങനെ കിടക്കണേല്ലേ. എന്റെ പൊന്ന് സഹോദരിമാര്, അമ്മമാര്, നമ്മളുടെ മക്കള് ഒരു പ്രായമായാൽ, കുഞ്ഞുങ്ങളൊക്കെ ഉടുക്കട്ടെ കുഴപ്പമില്ല, ഒരു പ്രായമായാൽ പിന്നെ ഇങ്ങനെയുള്ള പ്രലോഭനം കൊടുക്കരുത്. തോപ്പുംപടി പള്ളിയില് ഒരു ടൈറ്റ് പാൻസ് വിട്ട് ഇങ്ങനെ നെഞ്ചൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ടൈറ്റാനിക് ബനിയാനിട്ടുന്നതൊക്കെയാണ്. ദിസ് ഈസ് ഫോർ യു. എന്ത് പറയാനാണ്? എഴുതി വെച്ചേക്കണ നെഞ്ചത്ത് ദിസ് ഈസ് ഫോർ യു. പുറകില് എഴുതിയേക്കണേ ക്യാച്ച് മീന്ന്. ഒരു ചെറുപ്പക്കാരൻ കയറി ആണ് പിടിച്ച്. പിന്നെ പ്രശ്നമായി ഞാൻ പറഞ്ഞു, പരസ്യം വെച്ചേക്കണല്ലേ ഞാൻ പിടിച്ചെന്ന്. നെൽസൺ പാതിരി താൻ വൈനടിച്ച് സ്വറ പറഞ്ഞിരിക്കുമ്പോൾ സഹ തൊണ്ടത്തൊഴിലാളികൾ പറയുന്ന മണ്ടത്തരങ്ങൾ എടുത്തു വെച്ച് കീച്ചരുത്.
ജനങ്ങളെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടില്ലേ? വസ്ത്രധാരണവും ആഭരണങ്ങൾ ധരിക്കലും ചരടുകെട്ടലുമൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ? പുരുഷനും സ്ത്രീയും വസ്ത്രങ്ങൾ ധരിക്കുകയും ആഭരണങ്ങൾ ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ ഇണകളെ ആകർഷിക്കുവാനാണ്. അവർ ചിലപ്പോൾ ശരീരം മുഴുവൻ മൂടും, ചിലപ്പോൾ അവരുടെ ചില ശരീരഭാഗങ്ങൾ കാണിച്ചെന്നുമിരിക്കും. ചിലർ സ്വർഗാനുരാഗികളാണെന്ന് എന്തെങ്കിലും കോഡുകളിലൂടെ അറിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതിന് നീ എന്തിനാടാ പാതിരി ഞെരിപിരി കൊള്ളുന്നത്? നിന്നോട് ഈ കാലഹരണപ്പെട്ട പൂച്ചാണ്ടി വിഷവും കെട്ടി പ്രകൃതി വിരുദ്ധ ജീവിതം നയിക്കുവാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? എനിക്ക് നെൽസൺ പാതിരിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ശൂന്യത മറയ്ക്കുവാനല്ലേ ഈ പൂച്ചാണ്ടി വേഷവും കെട്ടി നടക്കുന്നത്? ഈ വേഷം കെട്ടി നടന്നിട്ടും നിങ്ങളുടെ മനോനിയന്ത്രണം പലപ്പോഴും നഷ്ടപ്പെടുവാൻ കാരണം എന്താണ്? നിങ്ങൾ ബംഗളൂരുവിൽ ഒരു കാലിൽ കറുത്ത ചരട് കെട്ടി നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. സഭയുടെ ബംഗളൂരുവിലെ ധർമ്മരാം കോളേജിൽ സെമിനാരി പയ്യന്മാരും പാതിരികളും മടത്തൽമന്മാരും കാമുകന്മാരെ പോലെ പരസ്യമായി നടത്തുന്ന പേക്കുത്തുകളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? അതുപോലെ മഞ്ഞുമ്മൽ പ്രൊവിൻഷ്യൽ ഹൗസിലെ ഡയറക്ടറുടെ മുറിയിൽ നിന്ന് സെമിനാരി പിള്ളേർ ബ്ലൂ ഫിലിം CD പിടിച്ച ആ സംഭവത്തെക്കുറിച്ച് പാതിരിക്ക് എന്താണ് പറയുവാനുള്ളത്? സെമിനാരിയിലും പുറത്തും ഗുദഭോഗികളായ നിങ്ങളുടെ പാതിരിമാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഈ പൂച്ചാണ്ടി വേഷവും കെട്ടി ഗുദഭോഗവും വ്യഭിചാരവുമായി നടക്കുന്ന നിങ്ങളുടെ വർഗത്തെക്കാൾ അന്തസ്സുള്ളവരല്ലേ ഈ ചരടും കെട്ടി നടക്കുന്നവർ? നീയൊക്കെ എന്തിനാണ് ഈ ഇടയ്ക്ക് ഒരു ഇടക്കെട്ടൊക്കെ കെട്ടി നടക്കുന്നത്? ഈ വീഡിയോ വിശ്വാസികൾ കാണുക. വിശ്വാസികൾ കുർബാനയ്ക്ക് വന്നപ്പോൾ പള്ളിമുറിയിൽ ഉടുതുണിയില്ലാതെ സ്വർഗഭോഗവുമായി കിടന്ന പാതിരിയെ പോലീസ് പൊക്കിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണിത്. മൂന്ന് പേരുണ്ട്. അവനെ വിളിക്ക് ഇരിക്കാനാ ഇടയ്ക്ക അച്ഛാ കൊള്ളാട്ടെന്തായാലും അച്ഛൻ ഈ ചെടി നിറഞ്ഞതിന്റെ ഇടയിൽ വല്ല കഞ്ചാവെല്ലാം നട്ടു വെച്ചിട്ടുണ്ട? അതൊക്കെ അടിക്കണടാ, അടിച്ചതിന്റെ ബോധം. പാലായി പറഞ്ഞില്ല. പാലായി നിങ്ങളെ നാറി ഈ ആളങ്ങ് ബഹുമാനിക്കുന്നത് നീ പോയിട്ട് നിങ്ങൾ വന്നായില്ലേ? ഒന്ന് മാറ മൂന്ന് പേരുണ്ട്. അവനെ വിളിക്ക് ഇരിക്കാനാ ഇടയ്ക്ക അച്ഛാ കൊള്ളാട്ടെന്തായാലും അച്ഛൻ ഈ ചെടി നിറഞ്ഞതിന്റെ ഇടയിൽ വല്ല കഞ്ചാവെല്ലാം നട്ടു വെച്ചിട്ടുണ്ട? അതൊക്കെ അടിക്കണടാ, അടിച്ചതിന്റെ ബോധം. പാലായി പറഞ്ഞില്ല. പാലായി നിങ്ങളെ നാറി ഈ ആളങ്ങ് ബഹുമാനിക്കുന്നത് നീ പോയിട്ട് നിങ്ങൾ വന്നായില്ലേ? അതുപോലെ 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ തലശ്ശേരി രൂപതയിലെ പോൾ തട്ടംപറമ്പിൽ ഇപ്പോഴും ഒളിവിലാണ്. നെൽസണ് എന്തെങ്കിലും ഇക്കാര്യത്തിൽ പറയുവാനുണ്ടോ? കണങ്കാല് വരെ മൂടിയ കുപ്പായമിട്ടുകൊണ്ട് നടന്ന മടത്തിലമ്മയുടെ കുപ്പായം പൊക്കുവാൻ ഫ്രാങ്കോ പോയത് കറുത്ത ചരട് കണ്ടുകൊണ്ടാണോ? അബയെ കൊന്ന് കിണറ്റിൽ ഇടാനുണ്ടായ
ആ സാഹചര്യം എന്തായിരുന്നു? മാറുപോലും മുളയ്ക്കാത്ത ബാലികമാരെ പിടിപ്പിച്ചു കൊല്ലുന്ന നിഷ്കളങ്കരായ ബാലന്മാരുടെ മുഖഭോഗം നടത്തുന്ന നീയൊക്കെ വിശ്വാസികളെ ഉപദേശിക്കുവാൻ വരുന്നതിന് മുമ്പ് ആദ്യം നീയൊക്കെ ഒന്ന് സ്വയം നന്നാകൂ, മനുഷ്യനാകാൻ ശ്രമിക്കൂ. നീയൊക്കെ പോയി ഒരു പെണ്ണ് കെട്ടി ആദ്യം ലൈംഗിക ജീവിതം ആസ്വദിക്കൂ. നിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ മാറട്ടെ. നിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നല്ല മാറും മൂടും ഒക്കെ ഉള്ളവർ അത് ചിലപ്പോൾ കാണിക്കും. ആണുങ്ങളത് നോക്കുകയും ചെയ്യും. വെറുതെ തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്ന നീയൊക്കെ എന്തിനിതിൽ വേവലാതിപ്പെടണം? ഇനി മേലാൽ ഇമാതിരി തരവഴി പള്ളികളിൽ നിന്ന് പ്രസംഗിക്കരുത്. ജനങ്ങൾ ചെരുപ്പിന് എറിഞ്ഞു വീഴ്ത്തും. ജാഗ്രത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.